ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 73ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണ സീരീസ് നമ്മുടെ ഇടയിൽ ദൈവശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ സാമുവൽ സൈമൻ ആണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ UK നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. പ്രിയ ദേവദാസൻ UK യിലുള്ള സ്വാൻസി എന്ന സ്ഥലത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത്. നാട്ടിൽ പ്രിയ ദേവദാസന്റെ സ്വദേശം കൊച്ചിയാണ്. സ്വാൻസിയിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയുടെ ശുശ്രൂഷകനാണ് പ്രിയ ദേവദാസൻ. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മുഖവരമൊക്കെ തന്നെ സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ തന്നെയും ഈ 73ാമത്തെ ഗോഡ് ഈസ് ലവ് കൂട്ടായ്മയിൽ പ്രിയ സിജി സിസ്റ്റർ, അതുപോലെ തന്നെ ഡെന്നിസ് ബ്രദർ, അവരുടെ കുടുംബം ഇപ്രകാരം ഒരു ഓൺലൈൻ ശുശ്രൂഷ ഇപ്രകാരം ആരംഭിക്കുവാൻ കർത്താവ് അവരുടെ ജീവിതത്തിൽ പ്രകാശനം ചെയ്തു. അത് 73 ആഴ്ചകൾ ഇപ്രകാരം പിന്നിട്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, 73 ദൈവദാസന്മാർ പ്രസംഗിക്കുവാൻ ഇടയായ ഒരു പ്ലാറ്റ്ഫോമിൽ, അല്ലെങ്കിൽ 72 ദൈവദാസന്മാർ പ്രസംഗിക്കുവാൻ ഇടയായ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാനും ആയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ എന്റെ പിറകിൽ കടന്ന ഇതിനു മുൻപ് വന്ന് പ്രസംഗിച്ചതായ ഒരു തട്ടകത്തിൽ കയറി നിന്ന് പ്രസംഗിക്കുമ്പോൾ അതിൻ്റെതായ നന്മ എനിക്കും ലഭിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കാരണം ദൈവിക സാന്നിധ്യമുള്ളിടത്ത് ദൈവിക വിടുതൽ സംഭവിക്കാൻ ഇടയാകും. ദൈവിക വിടുതൽ സംഭവിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയാകും. ആമേൻ. കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിടുതലുകളെ കാണുമ്പോഴാണ് ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാൻ നമ്മുടെ നാവിനെ ഉയർത്തുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശ്രേഷ്ഠതയുടെ നടുവിൽ നിന്നുകൊണ്ട് നമുക്കായിരിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. പറഞ്ഞതുപോലെ തന്നെ ഞാൻ UK എൻ്റെ ശരിക്കുള്ള സ്വദേശം ഫോർട്ട് കൊച്ചി എന്ന പ്രദേശ നാട്ടില്, എറണാകുളം ഫോർട്ട് കൊച്ചിയിലാണ്. അവിടുന്ന് ഈ ദേശത്തേക്ക് കടന്നു വന്നിട്ട് ഏകദേശം 2 വർഷമായിട്ടേ ഉള്ളൂ, 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അതിനു മുൻപ് സലാല, ഒമാനിലെ സലാല എന്ന സ്ഥലത്തായിരുന്നു 12 വർഷത്തോളം അവിടെയും ശുശ്രൂഷയും ജോലിയോടുള്ള ബന്ധത്തിലുമായിരുന്നു. ഇവിടെ പൂർണ്ണ സമയ ശുശ്രൂഷകനായി ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ട് ഈ ദേശത്തേക്ക് കടന്നു വരുവാനിടയായി. ദൈവത്തിന് വേണ്ടി കൂടുതലായി പ്രവർത്തിക്കുന്നു. സിസ്റ്റർ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് അതിന്റെ മുഖവുര. ഇനിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഗാനങ്ങളെ പാടി നമുക്ക് ആത്മീക പ്രചോദനം നൽകിയതായ പ്രിയ ദേവദാസൻ ബിജുവിനായി, കുടുംബത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ മാതാവ് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം പറയുവാനിടയായി, എല്ലാവരും ഐക്യമായി നിന്നുകൊണ്ട് എന്റെ വിഷയത്തിന്റെ ഒരു ഭാഗമാണ് അത്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം നമുക്ക് ദൈവം ഓരോ അടയാളങ്ങൾ തരുന്നെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് വേണ്ടി ആലോചന പകർന്നു തന്നത് അത് ഈ പ്ലാറ്റ്ഫോമിൽ ഒരു വിടുതലായി തീരട്ടെ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ രാത്രിയിലും ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരാം. പല സ്ഥലങ്ങളിലുള്ള പ്രിയപ്പെട്ടവരുണ്ട് എന്നുള്ളത്, നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം പ്രിയപ്പെട്ടവർ ചേർന്ന് വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഹല്ലേലൂയ, ദൈവം പ്രകാശനം നൽകിയിട്ടല്ലാതെ ഇത് ഇപ്രകാരം കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ശിഷ്യന്മാര് കടന്നുപോയപ്പോൾ ഒരുവൻ നിന്ന് സൗഖ്യമാക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതും കണ്ടിട്ട് കർത്താവിനോട് പറയുകയാണ്, അവൻ ഞങ്ങളോട് കൂടെ വരാഞ്ഞത് കൊണ്ട് ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന്. എന്നാൽ കർത്താവ് പറയുകയാണ്, നമുക്ക് ആ പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമാണ്. എന്നാൽ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നമ്മുടേതായ ആ കാഴ്ചപ്പാട്, ഹല്ലേലൂയ, എപ്രകാരമാണ് ഞാനും നിങ്ങളും ആയിരിക്കേണ്ടതെന്നുള്ള ആ കാഴ്ചപ്പാട്, അതിനൊരു വ്യത്യാസം ഇന്ന് രാത്രികാലം കടന്നു വരണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇതുവരെ ഉണ്ടായിരുന്ന ആ കാഴ്ചപ്പാടിൽ നിന്നൊരു വ്യത്യസ്തമായ അനുഭവത്തിൽ കൂടെ എന്നെ നടത്തുമാറാകണമെന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരു വലിയതായിരിക്കുന്ന ഒരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ഇടയാകുമാറാകട്ടെ. ഇന്നത്തെ രാത്രികാലം അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യമാണ് ഞാൻ മുഖവുരയായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. അത് ഇപ്രകാരമാണ് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
ആമേൻ. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇത് വെറുതെ ഓടിച്ചു വായിച്ച് വിട്ടിട്ട് കാര്യമില്ല. കാരണം ഇതൊരു 3 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഉള്ളടക്കം പൗലോസ് എന്തുകൊണ്ടാണ് അത് പറയുവാൻ ഇടയായത് എന്ന് ചിന്തിക്കുവാനായിട്ട് ക്രിസ്തു യേശുവിലുള്ള ഭാവം. അപ്പൊ ക്രിസ്തു എന്താണ് നമ്മളിൽ ജനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ക്രിസ്തുവിന്റെ ഭാവം മുൻപേ ഉണ്ടായിരുന്ന ഭാവമല്ല, ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതായ അതേ ഭാവം നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകണം. അതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ കാണിച്ചു തന്ന മാതൃക. എല്ലാ കാര്യത്തിനും കർത്താവ് തന്നെയാണ് നമുക്ക് മാതൃക. അതുകൊണ്ട് ആ കർത്താവിന്റെ മാതൃക പിൻപറ്റുവാനാണ് അപ്പോസ്തലനായ പൗലോസ് വളരെയധികം ശ്രദ്ധിച്ചിരുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിന് വളരെ വ്യക്തതയോടെ പറയുവാൻ കഴിയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീനെന്ന്. ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷകനും ഇപ്രകാരം ഒരു ഏറ്റെടുത്ത് പറയുവാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം പൗലോസിന് വ്യക്തമായിട്ട് പറയുവാൻ കഴിയും, ഞാൻ ക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ചാണ് താൻ ജീവിതം നയിക്കുവാനായിട്ട് ഇടയായത്. പൗലോസിന്റെ ജീവിതത്തിൽ റോമയിൽ കടന്നുപോയി അവിടെ താൻ പിടിക്കപ്പെടുമെന്നും അവിടെ തന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതും പൗലോസിന് വ്യക്തമായിട്ട് അറിയാം. അതിനു മുൻപേ തന്നെ പ്രവചന ആത്മാവിനാൽ ഈ റുമാലിന്റെ ഉടമസ്ഥനായവനെ ഇങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പൗലോസിനെ വെളിപ്പെടുത്തി പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പക്ഷെ പൗലോസ് തന്റെ ആ യാത്ര മുടക്കിയില്ല. കാരണം തന്റെ ജീവിതത്തിൽ വരേണ്ട കാര്യം എന്ത് എന്നുള്ളത് തനിക്ക് നന്നായി ബോധ്യമുള്ളത് കൊണ്ട് പ്രവാചകനാണ്, പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ പ്രവാചകൻ എന്ത് ചെയ്തില്ല? അതിനെ ഹല്ലേലൂയ വേണ്ടെന്ന് പറഞ്ഞില്ല, പോകരുതെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇന്നതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു തീരുമാനമെടുക്കേണ്ടത് പൗലോസ് ആയിരുന്നു. പക്ഷെ പൗലോസ് ആ തീരുമാനത്തിന് മുൻപാകെ മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ടിടയായി. എന്നെയും നിങ്ങളെയും പേടിപ്പെടുത്തുന്നതായ അവസ്ഥകൾ ഓരോന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരുവാനായിട്ടിടയാകും. പക്ഷേ നാം ചിന്തിക്കേണ്ടത്, നാം ഹല്ലേലൂയ നോക്കേണ്ടത് കർത്താവിന്റെ ഹിതം എന്താണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവൻ അവിടെ കടന്നു പോകുമ്പോൾ പോയെന്നിരിക്കാം. പക്ഷേ അത്രയുമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതായ സാക്ഷ്യമെങ്കിൽ അവിടെ ചെന്ന് അവസാനിക്കുക. പ്രവചനാത്മാവിൽ ഒരുവൻ പറയുകയാണ് അവിടെ പോകരുതെന്ന് പറഞ്ഞാൽ പോകരുത്. പക്ഷേ ഇന്നതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ പേടിച്ച് പോകാതെ ഇരിക്കരുത് എന്നുള്ളതാണ് ഇന്ന് രാത്രികാലം ഞാൻ പറയുവാനായിട്ട്. ഇന്ന് അതിന്റെ താഴ്ത്തോട്ടുള്ള വാക്യം എന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നത് എന്ന് തന്നെ പറയുവാനായിട്ടിടയായി. അപ്പോൾ മനുഷ്യപുത്രൻ വന്നത് എന്തിന് എന്ന് അവിടെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറയുകയാണ്. അവൻ വന്നത് ശുശ്രൂഷിക്കുവാനല്ല ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് എന്ന് പറഞ്ഞു. ഇത് പറയുവാനുള്ള ഒരു കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വരുവാൻ പോകുന്ന വിഷയത്തെ ശിഷ്യന്മാർ 12 പേരെ വേറിട്ട് കൊണ്ടുപോയിട്ട് 12-ാം വാക്യം 20-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുകയാണ്, ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി നാം യെരൂശലേമിൽ അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാരാലും ഏൽപ്പിക്കപ്പെടും, മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിക്കുകയും ക്രൂശിക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുവാനായിട്ടിടയായി. ഇന്ന് ലോകത്തിൽ ചിന്തിക്കുന്ന അതേ നിലവാരത്തിൽ തന്നെയാണ് ശിഷ്യന്മാരും ചിന്തിക്കുവാനിടയായത്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിക്കപ്പെടും എന്നുള്ളത് കർത്താവ് തന്നെ വെളിപ്പെടുത്തുവാനിടയായി. അപ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങളിൽ ആരാണ് വലിയവൻ? ആമേൻ. കാരണം ഇത് അറിഞ്ഞിട്ട് വേണം കർത്താവിന്റെ ക്രൂശീകരണം കഴിയുമ്പോൾ അവനെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുവാൻ. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം ശുശ്രൂഷക്കാരനായി തീരണം. അപ്പോൾ ശുശ്രൂഷ എന്ന വാക്കിന്റെ അർത്ഥം റോമാലേഖനം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ നിലയിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. 4 വിധത്തിലുള്ള ശുശ്രൂഷയാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ ശുശ്രൂഷ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാണ് എന്ന് പറഞ്ഞാൽ അരയിൽ തോർത്തെടുത്ത് അരയിൽ ചുറ്റി അവരുടെ കാലുകളെ കഴുകിയപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് ശുശ്രൂഷ. അവിടെ പറയുകയാണ്, നിങ്ങളിൽ 25-ാം വാക്യത്തിൽ പറയുകയാണ്, 26-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നോക്കിക്കേ, അപ്പോൾ ഈ പൊസിഷൻ വൈസ് എപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പോരാടുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ പൊസിഷൻ നോക്കുവാനാണ്. നാം ആയിരിക്കുന്ന ആ നിലവാരത്തിൽ നിന്നും ഞാനും നിങ്ങളോ താഴോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു ചർച്ചിലാണെങ്കിൽ ഒരു സീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയാണ് എന്റെ പെർമനന്റ് സീറ്റ്. ഹല്ലേലൂയ. അതിനപ്പുറമായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞാൽ എന്റെ മുഖഭാവം മാറും, എന്റെ ആ ഒരു ശൈലി മാറും, എന്റെ സ്ഥാനത്ത് മറ്റൊരാൾ കയറി ഇരുന്നു എന്ന് പറയും. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം ശുശ്രൂഷകന്റെ ആ ഒരു നിലവാരത്തിലേക്ക് കടന്നു വരണം. എന്ന് പറഞ്ഞാൽ പൊസിഷൻ വൈസ് അല്ല, ഈ ലോകത്ത് കാണുന്നതൊന്നുമല്ല ദൈവം വിലയിരുത്തുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ 27-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. നോക്കിയേ, അപ്പോൾ ഏത് പൊസിഷനിൽ വന്നാലാണ് ദൈവത്തിന് മഹത്വമായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നത് എന്ന് നാം ചിന്തിക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. അപ്പോ ഈ വിധമായ കാര്യങ്ങളാണ് അവിടെ ചർച്ച. ഒന്ന്, ആരാണ് വലിയവൻ? രണ്ട്, സെബദി മക്കളുടെ അമ്മ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, എന്റെ മക്കളെ, നിന്റെ രാജ്യം വരുമ്പോൾ എന്റെ മക്കളെ ഒരുവനെ ഇടത്തും ഒരുവനെ വലത്തുമായിട്ട് ഇരുത്തണം. ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പോൾ ബാക്കി 10 പേർക്കും ഒരു നീരസമുണ്ടായി. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നാം ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശരിയായ ഒരു ആത്മപകർച്ച കർത്താവിൽ നിന്ന് പ്രാപിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വിധമായ ചിന്തകൾ കടന്നു വരുന്നത്. എന്താ, ആമേൻ, എനിക്ക് ഹല്ലേലൂയ പാട്ട് പാടുവാൻ എനിക്ക് കഴിവുണ്ടായിട്ടും അവസരം തന്നില്ല. ആമേൻ, ഹല്ലേലൂയ, ഓർഗൻ വായിക്കുവാൻ എന്റെ മകൻ നല്ലതായതുകൊണ്ട് എന്റെ മകന് അവസരം കൊടുത്തില്ല. ഇതെല്ലാം വരുന്നത് നമ്മുടേതായ ജീവിതത്തിൽ ആമേൻ സ്വാഭാവികമായിട്ടുള്ള ആമേൻ ഒരു മനുഷ്യന്റെ ചിന്ത നമ്മളെ ഹല്ലേലൂയ വേട്ടയാടുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്കാണ്. ഇത് പിശാച് കൊണ്ടുവരുന്ന ഒരു ചിന്തയാണ്. എന്നാൽ അതിന് വിപരീതമായി നാം എന്ത് ചെയ്യണം? ഒരു നല്ല ശിഷ്യനായി തീരുവാൻ നമുക്കിടയാകണം. കർത്താവായ യേശു ക്രിസ്തു വിശ്വാസിയായിട്ട് ആരെയും വിളിച്ചിട്ടില്ല. വിശ്വാസി എന്ന പദം വേദപുസ്തകത്തിൽ 11 സ്ഥലങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ഒരു ശിഷ്യൻ എന്ന വാക്ക് 269 പ്രാവശ്യം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമായ കർത്താവ് തന്റെ ഗ്രേറ്റ് കമ്മീഷൻ, അവസാന കൽപ്പന എന്ന് പറയുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും ശിഷ്യരാക്കുവാനുള്ള ഒരു കോളാണ് നമുക്ക് ഏവർക്കും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കോളിനനുസൃതമായിട്ടുള്ള ഒരു വിളിയാണ് എനിക്കും നിങ്ങൾക്കും ലഭിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മുടെ പ്രവൃത്തിയും അപ്രകാരമായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. മറ്റാരുമല്ല, അബ്രഹാമിനെ, യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിനെ വിളിക്കുന്നത്. അബ്രഹാമിനോട് പറയുകയാണ്, നീ നിന്റെ ദേശത്തെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ വിട്ടു പുറപ്പെടണം. ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകണം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാണ് അബ്രഹാമിന് ലഭിച്ചതായ കോളം. ആ കോള് അബ്രഹാം ടേക്ക് ഓവർ ചെയ്തു. എന്ന് പറഞ്ഞാൽ ആ പാറ്റേൺ, ദൈവം കൊടുത്തതായ ആ കോള് അബ്രഹാം അനുസരിച്ച് ഇറങ്ങുവാനിടയായി. ഇറങ്ങിയതായ അബ്രഹാമിന്റെ കൂടെ ഒരു വലിയ കൂട്ടമുണ്ടായിരുന്നു. ആരൊക്കെയാണെന്നറിയാമോ? അവന്റെ ദാസന്മാർ, അവരുടെ കുഞ്ഞുങ്ങൾ, ഇവന്റെ ആടുമാടുകൾ, ആമേൻ, അതുപോലെ തന്നെ അവന്റെ സഹോദരനായ ലോത്ത്, അവരുടെ കുടുംബം, എല്ലാവരുമായിട്ടാണ് യാത്ര പുറപ്പെടുന്നത്. ഈ യാത്രയിൽ പുറപ്പെട്ട് ഇവർ വളരെ സന്തോഷത്തോടു കൂടിയ യാത്ര ചെയ്യുന്നത്. കാരണം ആമേൻ, തന്നെ വിളിച്ച
വിളിച്ചതായ കോളിന് അനുസൃതമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ 13-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 8-ാം വാക്യത്തിനോട് അടുക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുകയാണ്, ഇടയന്മാർ തമ്മിൽ ശണ്ട കൂടുകയാണ്. എന്ത്? ഹല്ലേലൂയ! അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, യാത്രാ മധ്യത്തിൽ അവർക്ക് വഴക്ക് വരത്തക്കവണ്ണം ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ വരികയാണ്. അബ്രഹാം ഇതിനൊരു സൊല്യൂഷൻ കാണുന്നുണ്ട്. അബ്രഹാം പറയുകയാണ്, നാം ലോത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, നാം സഹോദരന്മാരല്ലോ, നമ്മൾ ശണ്ട കൂടാൻ പാടില്ല. ഇന്ന് ദൈവ മക്കളുടെ ഇടയിൽ ഇതൊരു വലിയ ഹല്ലേലൂയ നാം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാനും നിങ്ങളും സഹോദരങ്ങളാണ് എന്നുള്ള ഒരു ചിന്ത. ഹല്ലേലൂയ! നമ്മുടെ കൂടെയുള്ളവൻ എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ! അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നാം സഹോദരന്മാരല്ലോ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് അബ്രഹാം ലോത്തിനോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കുകയാണ്, തന്റെ സഹോദരന് കൊടുക്കുകയാണ്. എന്തു വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോ, എനിക്കൊന്നുമില്ല. കാരണം എന്താണെന്നേമോ, ഹല്ലേലൂയ, അവന്റെ കോളിനെ കുറിച്ചുള്ള ഒരു ഹല്ലേലൂയ വ്യക്തമായ അറിവ് അബ്രഹാമിനുണ്ടായിരുന്നു. ഹല്ലേലൂയ, ലോത്ത് നീരോട്ടമുള്ളതും നല്ലതുമായ പ്രദേശം നോക്കി യാത്ര ചെയ്യുവാനിടയായി. അബ്രഹാം ഒന്നും നീരസപ്പെട്ടില്ല. നീ നല്ലതാ തെരഞ്ഞെടുത്തത്, എനിക്ക് അവിടെ ഒന്നുമില്ല, ഞാൻ മരുഭൂമിയിലേക്കാണല്ലോ പോകുന്നത് എന്നൊന്നും അബ്രഹാം പറഞ്ഞില്ല. കാരണം എന്നറിയാമോ? വിളിച്ചവൻ വിശ്വസ്തന. എന്റെ പേരിൽ എന്നെ വിളിച്ച് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി നല്ലത് ചെയ്തു തരുവാൻ ഒരു മരുഭൂമിയിൽ കൂടെയും എന്നെ നടത്തുവാൻ ശക്തനായ ദൈവമാ എന്നെ വിളിച്ചതെന്നുള്ള ഒരു ഉത്തമ ബോധ്യം അബ്രഹാമിനുണ്ടായിരുന്നു. അബ്രഹാമിനെ ദൈവമാക്കേണ്ട സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, നീ തല ഉയർത്തി നോക്കുക, നീ കാണുന്ന സ്ഥലമായ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമുള്ള പ്രദേശങ്ങളെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി നൽകി തരും. നോക്കിക്കേ, ആമേൻ, ഹല്ലേലൂയ. ഇതാണ് ദൈവിക പദ്ധതി എന്ന് പറഞ്ഞാൽ, വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മശക്തി പകർന്നിട്ട്, ആമേൻ, ഹല്ലേലൂയ, വഴക്ക് വരേണ്ട സ്ഥാനത്തുനിന്ന് ഒഴിവായി ദൈവിക ഇഷ്ടത്തിന് തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അബ്രഹാമിന് പ്രാപിക്കുവാൻ കഴിഞ്ഞത് ശ്രേഷ്ഠമായ ഒരു അനുഭവമായിരുന്നു എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ ഒരു ആത്മാവിന്റെ പകർച്ച വരുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ ഓരോരുത്തരും, ഹല്ലേലൂയ, എന്നുള്ളത് നാം ചിന്തിക്കണം. ഹല്ലേലൂയ. ഇതുപോലെ തന്നെയല്ലേ അപ്പോസ്തലന്മാരായ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. എപ്പ വരെ? ആമേൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നത് വരെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. നിങ്ങൾ ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോകണം എവിടെ? യെരൂശലേമിൽ, യഹൂദയിൽ, ശമരിയയിൽ, ഭൂമിയുടെ അറ്റത്തോളവും കടന്നു പോകണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവിക പർപ്പസ് എന്ന് പറയുന്നത് നാം പലപ്പോഴും ചിന്തിക്കും, കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഇസ്രായേലിന് വേണ്ടി മാത്രമാണ് കടന്നു വന്നത് എന്നുള്ളത്. കാരണം അവർ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് ആ രക്ഷ നമ്മളിലേക്കും കടന്നു വന്നത്. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം കർത്താവിൻ്റെതായ വാക്കുകളിൽ ചിലപ്പോൾ നമുക്കത് തോന്നിയിരിക്കാം. കാരണം ആമേൻ, ഹല്ലേലൂയ, മക്കളുടെ അപ്പം എടുത്തു നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് അത് നന്നല്ല എന്ന് പറഞ്ഞപ്പോൾ ആ കനാന്യ സ്ത്രീ പറയുകയാണ്, നായ്ക്കുട്ടികൾ മേശയിൽ നിന്ന് വീഴുന്നത് തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവളെയും ദൈവം സൗഖ്യമാക്കുവാൻ, അവൾ കടന്നു വന്ന വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുവാൻ ഇടയായി. അങ്ങനെയെങ്കിൽ അവിടെയും ഒരു രക്ഷ പ്രദാനം ചെയ്തില്ലേ? അടുത്തത്, ഒരു ശതാധിപൻ കടന്നു വന്നിട്ട് പറയുകയാണ്, നീ എന്റെ പുരയ്ക്കകത്ത് കടന്നു വരുവാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് പറയുവാൻ ഇടയായി. അവനെയും അവന്റെ ഇഷ്ടം പോലെ ദൈവം ഒരു വാക്കുകൊണ്ട് സൗഖ്യം കൽപ്പിക്കുവാൻ ഇടയായെങ്കിൽ, ഹല്ലേലൂയ, ദൈവിക പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇടയന്മാർക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ഇടയന്മാരുടെ കൂട്ടത്തോട് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. നോക്കിക്കേ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള. ശിമ്യോൻ, പുരോഹിതനായ ശിമ്യോൻ യേശു പൈതലിനെ
കയ്യിലെടുത്തിട്ട് പറയുകയാണ്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന് മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ. ഹല്ലേലൂയ. അപ്പോ കർത്താവായ യേശുക്രിസ്തു എന്നുള്ളത് സകല ജാതികളുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ്. ഹല്ലേലൂയ. പിന്നെ എന്തിന് കർത്താവ് ഇസ്രായേലിലേക്ക് കടന്നു വന്നു എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിൽ കൂടെ ഹല്ലേലൂയ ലോക ജാതികൾ ദൈവത്തെ അറിയുവാനായിട്ട് ഇടയാകണം. ദൈവം തെരഞ്ഞെടുത്ത ഒരു ജാതിയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ, ഈ ലോകം പാപത്തിൻ്റെതായ അന്ധകാരത്തിൽ നിന്നപ്പോൾ ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു. അതാണ് അബ്രഹാം. ആ അബ്രഹാമിൽ കൂടെ അവന്റെ മക്കളിൽ കൂടെ ഒരു 12 ഗോത്രത്തെ വിഭാഗിച്ച് അവരെ തന്റെ ജനമാക്കി. ഈ ജനമാക്കിയതിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ദൈവികമായ പദ്ധതിயின் പ്രകാരം, ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവത്തിന്റെ നിയമ സംഹിതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജാതിയായി തീരേണ്ടതിനാണ് ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തത്. എന്നിട്ട് എന്താണ്? ഈ ജാതി മുഖാന്തരം സകലരും അറിയണം ഇതുപോലെ ഒരു ദൈവമുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഹല്ലേലൂയ ഈ ദൈവത്തിങ്കിലേക്ക് ഇവരെല്ലാം അടുത്തു വരണം. ഇതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. പക്ഷേ ഈ കൃപ ലഭിച്ച ഇസ്രായേല് അത് മനസ്സിലാക്കിയില്ല. ഇസ്രായേൽ പറയുകയാണ്, ഇത് ഞങ്ങളുടെ മാത്രം ദൈവമാണ് എന്ന് പറയുവാനായിട്ടിടയായി. എന്നാൽ ഹല്ലേലൂയ ജാതികൾക്ക് ഉണ്ടാകുവാനുള്ള രക്ഷ വെളിപ്പെട്ടു വന്നപ്പോൾ ഇസ്രായേൽ സാർവത്രികമായി രക്ഷ പ്രാപിക്കുവാൻ ഇടയായില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് ഈ അതായത് ഈ 12 ശിഷ്യന്മാരിൽ കൂടെയാണ് ലോകത്താകമാനം ഈ ഹല്ലേലൂയ ദൈവിക ശുശ്രൂഷ വെളിപ്പെടുവാനായിട്ടിടയായത്. അവരെല്ലാവരും യഹൂദന്മാരായിരുന്നു. ഹല്ലേലൂയ. അവരെല്ലാവരും ഇസ്രായേല്യരായിരുന്നു. ജാതികളിലേക്ക് സുവിശേഷവുമായി കടന്നുപോയത് ആരാണ്? പൗലോസാണ് ജാതികളുടെ അടുക്കലേക്ക് സുവിശേഷവുമായി കടന്നുപോയത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, നമ്മളിലുള്ള ആ വ്യാപാര ശക്തി ആരെയും നമുക്ക് തടഞ്ഞു നിർത്തുവാനുള്ളതല്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന സ്ഥാനങ്ങളിൽ പറയുന്ന വ്യക്തിയോട് കടന്നു ചെന്ന് സുവിശേഷത്തിൻ്റെതായ മർമ്മം വെളിപ്പെടുത്തേണ്ടത് എന്റെയും നിങ്ങളുടെയും ആവശ്യമാണ്. ഹല്ലേലൂയ. എന്ന് രാത്രി എനിക്ക് ഹല്ലേലൂയ പ്രാഗൽഭ്യത്തോടെ പറയുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്, ആമേൻ, ദൈവാത്മാവിനാൽ നിയോഗം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയമെന്നില്ല, ഏത് സ്ഥാനമെന്നില്ല, കടന്നു പോകുക. വിശ്വസ്തയോടെ ദൈവ പ്രവൃത്തി ചെയ്താൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ആമേൻ. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. എങ്ങനെയാണ് ക്രിസ്തുവിലുള്ള ഭാവം നമ്മളിലേക്ക് വരുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്നു വന്നു എങ്കിൽ മാത്രമേ ആ ഭാവം നമ്മളിൽ വെളിപ്പെടുവാനായിട്ട് ഇടയാകുള്ളൂ. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുതെന്ന് പറഞ്ഞത്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ അവരുടെ ജീവിതത്തിലേക്ക് ഇതുവരെ ലഭിക്കാതെ ഇരുന്നതായ ഒരു ആത്മീക ചൈതന്യം ലഭിക്കുവാൻ ഇടയായപ്പോൾ ആമേൻ, പത്രോസ് എഴുന്നേറ്റ് നിന്നു. നോക്കിക്കേ, ഇതാണ് ഐക്യം എന്ന് പറയുന്നത്. പത്രോസ് എഴുന്നേറ്റ് നിന്നു. 11 പേരും അവനോട് കൂടെ എഴുന്നേറ്റ് നിന്നു. ഒന്നിച്ച് ശുശ്രൂഷിപ്പാനിടയായി. ഒന്നിച്ച് ശുശ്രൂഷിച്ചപ്പോൾ അവർക്ക് കാണുവാൻ കഴിഞ്ഞത് ഒരു 3000 പേർ സഭയോട് ചേരുന്നതാണ് അവർക്ക് കാണുവാൻ കഴിഞ്ഞത്. നോക്കിക്കാൻ 120 പേരടങ്ങുന്ന ഒരു സംഘം ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അവർക്ക് കാണുവാൻ കഴിയുന്നത് ഒരു 3000 പേർ സഭയോട് ചേരുന്നതാണ്. അടുത്ത പ്രസംഗത്തിൽ 4000 പേർ സഭയോട് ചേരുവാനായിട്ടിടയായി. അങ്ങനെയെങ്കിൽ എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാനായിട്ടിടയായത്? ഒന്ന്, ആമേൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട് ഉള്ള വ്യക്തി ഹല്ലേലൂയ വീണ്ടും ജഡസംബന്ധമായി ചിന്തിപ്പാനിടയായപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടിടയായില്ല. എങ്ങനെ? ഹല്ലേലൂയ. മത്സരഗൃഹമുള്ള, മത്സരബോധ്യമുള്ള ഒരു മനുഷ്യനായി നാം വീണ്ടും മാറുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയാകുന്നില്ല. എന്നാൽ ദൈവിക പ്രവൃത്തിക്കായി എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളിൽ കൂടെ ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയാകും. വ്യക്തമാക്കാം. ആമേൻ. ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ ഹല്ലേലൂയ ഗസ്സയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തെ കടന്നു പോകണം. നോക്കിക്കേ, പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഫിലിപ്പോസ് ആ ആലോചന കൈക്കൊണ്ട് നിർജ്ജന പ്രദേശമായ ഗസ്സയ്ക്ക് നേരെ കടന്നു പോയപ്പോൾ കാണുവാൻ കഴിഞ്ഞത് ആ നിർജ്ജന പ്രദേശത്ത് കൂടി ഒരു തേര് കടന്നു പോകുന്നതാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദൂതൻ, കർത്താവ് പറയുകയാണ്, നീ തേരിനോട് ചേർന്ന്
നടക്കുക. തേരിനോട് ചേർന്ന് നടന്ന അവന് കേൾക്കുവാൻ കഴിഞ്ഞത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും ഈ ഷണ്ണൻ അല്ലെങ്കിൽ വേദവചനത്തിന്റെ അല്ലെങ്കിൽ തിരുവഴുത്തുകൾ വായിക്കുന്നതാണ്. അത് കേട്ടതായ ഫിലിപ്പോസ് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഇല്ല, ഒരുവൻ പൊരുളൊന്ന് തിരിച്ചു തരണം. ഫിലിപ്പോസ് ഉള്ളിൽ കയറിയിരുന്നു, പൊരുൾ തിരിച്ചു കൊടുത്തു, വ്യക്തമാക്കി കർത്താവായ യേശു ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായപ്പോൾ ഷണ്ണൻ ചോദിക്കുകയാണ്, ഇതാ വെള്ളം, ഇനി സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം? ഹല്ലേലൂയ. നമ്മെ ദൈവം നിയോഗിച്ചയക്കുന്നു എങ്കിൽ വെളിപ്പെടേണ്ടും വണ്ണം പ്രിയമുള്ളവരുടെ മേൽ ദൈവം ഹല്ലേലൂയ ആലോചന പകർന്നു കൊടുത്ത് അത് ദൈവിക നിയോഗമെന്ന് നിന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും അടയാള സഹിതം ദൈവം നൽകി തരും. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു നല്ല ശിഷ്യനായി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നല്ല ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മ നിയോഗപ്രകാരം മുന്നേറുവാനായിട്ടിടയാകണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തെ നേടുവാനായിട്ട് ഇടയാകത്തുള്ളൂ. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ പേരിൽ മറ്റു പേരുകൾ വരുവാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അവൻ ജനിച്ച നാൾ മുതൽ അല്ലെങ്കിൽ അവൻ വീണ്ടെടുക്കപ്പെട്ട നാൾ മുതൽ അവന്റെ പേര് വിശ്വാസി എന്നാണ്. ഹല്ലേലൂയ. പക്ഷേ കടന്നു പോകുന്ന സഭയിൽ അനുഗ്രഹം വിശ്വാസികൾ കൂടി വരുമ്പോൾ ചർച്ചിലെ പാസ്റ്ററിന്റെ പേര് മാറും. എന്തെന്നറിയാമോ? ഒരു സീനിയർ പാസ്റ്റർ, ചെയർമാൻ, അല്ലെങ്കിൽ മറ്റു പ്രസ്ബിറ്റർ, അങ്ങനെ മറ്റു പല യോഗ്യതയുമുള്ള പേരുകൾ ഈ ദൈവദാസന്മാർക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകും. പക്ഷേ ഒരു ചർച്ചിൽ 365 വിശ്വാസികൾ, ഒരു വർഷം ഒരു പാസ്റ്ററിന് 365 വിശ്വാസികൾ ലഭിച്ചാൽ 10 വർഷം അതുപോലെ ആഡ് ചെയ്യുന്നെങ്കിൽ 365 ഇൻറ്റു 365 പ്ലസ് 365 700 ചില്ലാനം, അങ്ങനെ ആഡ് ചെയ്ത് 30 വർഷമാകുമ്പോൾ ഒരു സഭയിൽ പാസ്റ്ററിന് കിട്ടുന്നത് 10,800 വിശ്വാസികളാണ്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വർഷം ഒരു ശിഷ്യനെ നേടിയാൽ മതി. ഹല്ലേലൂയ. ശിഷ്യൻ മറ്റൊരു ശിഷ്യനെ ഉളവാക്കുവാനായിട്ടിടയാകും. കാരണം നമ്മെ വിളിച്ചത് ശിഷ്യത്വത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരു ശിഷ്യൻ മറ്റൊരു ശിഷ്യനെ ഒരു വർഷത്തിൽ ഒരെണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോൾ അത് 2 ആകും, 2 4 ആകും, 4 8 ആകും, 8 16 ആകും. അങ്ങനെ നോക്കുമ്പോൾ 30 വർഷത്തെ കാലയളവിൽ 1,00,000-ലധികം ഹല്ലേലൂയ ശിഷ്യന്മാരെ വാർത്തെടുക്കുവാൻ ഒരുവന് കഴിയുവാൻ കൊണ്ടമിടയാകും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ കോള് എന്തിനാണ് ദൈവം പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ശിഷ്യന്മാരെ ആക്കണം എന്നുള്ളത്. നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കണം എന്ന് പറഞ്ഞാൽ ശിഷ്യനായെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആ ഭൂലോകം എന്ന കൺസെപ്റ്റ് നിറവേറപ്പെടുകയുള്ളൂ. കാരണം വിശ്വാസിയാണെങ്കിൽ ശിഷ്യന്റെ ആ പ്രവൃത്തി ചെയ്യുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തു എന്തായിരുന്നു? ഹല്ലേലൂയ, പുറത്തേക്ക് ഇറങ്ങി കണ്ട ഹല്ലേലൂയ പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെതായ വചനം ഘോഷിക്കുവാനും അതുപോലെ തന്നെ സൗഖ്യത്തിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും ഇടയായപ്പോൾ കർത്താവിന്റെ കൂടെ നടക്കുവാൻ അനേകരെ കിട്ടുവാനായിട്ടിടയായി. ഇന്ന് രാത്രികാലം കർത്താവിന്റെ ആഗ്രഹം, കർത്താവ് കടന്നു പോകുന്നതിന് മുൻപേ പറഞ്ഞൊരു ആഗ്രഹമാണ്. നാം ഒന്നായിരിക്കുന്നത് പോലെ കർത്താവ് പറയുകയാണ്, അവരുടെ യൂണിറ്റി പറയുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവരെ കുറിച്ച് പറയുകയാണ്, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന്. നോക്കി, ആ ഭാവം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു ഉദ്ദേശിച്ചതായ ഭാവം എന്താണ്? നമ്മിൽ ഹല്ലേലൂയ ഒന്നായിരിക്കേണ്ടത്. അപ്പൊ ഒന്നായി നിൽക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഒന്നായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെതായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒന്നായി നിന്നുകൊണ്ട് ദൈവ പ്രവൃത്തിയെ നാം വെളിപ്പെടുത്തുവാനായിട്ടിടയാകണം. അതിന് ചില ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമായി അല്ലെങ്കിൽ ഭാരമായി വരുന്ന. ത്യാഗം ചെയ്യുവാൻ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല. എന്നാൽ കർത്താവ് ത്യാഗം ചെയ്തോ? യെസ്, കർത്താവ് ത്യാഗം ചെയ്തു. അതിന്റെ വാക്യമാണ് 2 കൊരിന്ത്യർ 8-ാം അധ്യായം. ഹല്ലേലൂയ, 9-ാം വാക്യം. 2 കൊരിന്ത്യർ 8:9. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും
അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്നത് കൃപ, ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നോക്കിക്കേ, സമ്പന്നനായ ദൈവം നമ്മെ വീണ്ടെടുക്കേണ്ടതിന് ആ ദാരിദ്ര്യത്തിലേക്ക് കടന്നു വന്നിട്ട് ആ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നനാക്കേണ്ടതിന് ഇത് ആർക്ക് പറ്റും? ഹല്ലേലൂയ. എന്നെ പോലെ തന്നെ എന്റെ സഹോദരനാകണമെന്ന് എത്ര പേർക്ക് ഹല്ലേലൂയ ബോധ്യമുണ്ട്? എത്ര പേർക്ക് ചെയ്യുവാൻ സാധിക്കും? എത്ര പേർക്ക് അങ്ങനെ കൈ കൊടുക്കുവാനായിട്ട് സാധിക്കും? ഹല്ലേലൂയ. റോമാലേഖനം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സഭയോടുള്ള ബന്ധത്തിൽ ബലഹീന വിശ്വാസിയും ബലമുള്ള വിശ്വാസിയും തമ്മിൽ പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. ബലമുള്ള വിശ്വാസി എന്ന് പറയുന്നത് അവൻ അറിവിൽ ഹല്ലേലൂയ കേമനാണ്, അവന് ജ്ഞാനമുണ്ട്, ദൈവം ആരെന്നറിയാം, അതുകൊണ്ട് അവൻ ഒന്നും നോക്കുന്നില്ല. ഹല്ലേലൂയ. ബലഹീന വിശ്വാസി എന്ന് പറയുന്നത് അവൻ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇത് ശരിയാണോ എന്ന് ചോദിക്കും. അവൻ അറിവില്ലായ്മയാണ്. പക്ഷെ ബലമുള്ള വിശ്വാസി ആ അറിവ് അവനിലേക്ക് പകർന്നു കൊടുത്ത്, എങ്ങനെ പകർന്നു കൊടുക്കണം? സ്നേഹത്തിൽ പകർന്നു കൊടുത്ത് അവനെയും ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ആ കഴിവ് ബലമുള്ള വിശ്വാസി ചെയ്തെങ്കിൽ മാത്രമേ, ആ ത്യാഗം ചെയ്തെങ്കിൽ മാത്രമേ ആ ബലഹീന വിശ്വാസിയും ആ ബലമുള്ള വിശ്വാസിയെ പോലെ ആയിത്തീരത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നാം സഭയിലായിരിക്കുമ്പോൾ ബലഹീന വിശ്വാസികളെ കൈത്താങ്ങി ഉയർത്തുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ രൂത്തിന്റെ പുസ്തകത്തിൽ അവിടെ പറയുന്നുണ്ട്, രൂത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മകളെ ഹല്ലേലൂയ, പെറുക്കുവാൻ വേറെ എങ്ങും പോകണ്ട, നീ ഈ വയലിൽ തന്നെ പെറുക്കിയാൽ മതി. എന്നിട്ട് പറയുകയാണ്, ബാല്യക്കാരോട് ചേർന്ന് നിൽക്കാം, അവരുടെ പുറകെ നടന്ന് പെറുക്കിയാൽ മതി. ഹല്ലേലൂയ. അവിടെ ഒരു ത്യാഗം നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, മുമ്പിൽ പോണ ബാല്യക്കാര് അവർ ത്യാഗം ചെയ്തെങ്കിൽ മാത്രമേ രൂത്തിന് പെറുക്കുവാനുള്ളത് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അവരിൽ ഒരാള് ഇട്ടുകൊടുത്ത് അവരുടെ പാത്രം, അവരുടെ നാഴി നിറയേണ്ടതിന് പകരം ഇവൾക്ക് വേണ്ടി ഇട്ടുകൊടുത്തെങ്കിൽ മാത്രമേ ഹല്ലേലൂയ രൂത്തിന് പെറുക്കുവാനുള്ളൂ. മുമ്പിൽ പോണവർ വിചാരിക്കുക ഇതെല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞ് പെറുക്കി അവരുടെ നാഴി നിറച്ചു കഴിഞ്ഞാൽ രൂത്തിന് ലഭിക്കത്തില്ല. പക്ഷെ അവിടെ ഒരു ത്യാഗമുണ്ട്. പുറകെ ഒരുവളുണ്ട്, അവൾ ഇന്ന് വന്നതാ, അവൾ പുതിയതാ, അവൾക്ക് വേണ്ടി എനിക്ക് ചിലത് ചെയ്യണമെന്ന് ഒരുവൾ തീരുമാനിച്ച് അവളുടെ കയ്യിൽ വന്നതായ ആ മണികൾ ഓരോന്ന് പുറകിലേക്ക് രൂത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുമ്പോൾ രൂത്തിനൊരു കാര്യം ബോധ്യപ്പെട്ടു. അവളുടെ നാഴി നിറയേണ്ടതിന് പകരം എന്റെ നാഴി നിറക്കുവാൻ എന്റെ മുൻപിൽ പോയ ഒരു സഹോദരി ത്യാഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവൾക്ക് ബോധ്യമാകുവാനിടയായി. അങ്ങനെയെങ്കില് ഈ രൂത്ത് ഈ ബോവസിന്റെ വയലിലെ ഹല്ലേലൂയ ഉടമസ്ഥയായി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരായിരിക്കണമെന്നറിയാമോ? ഈ മണി ഇട്ടുകൊടുത്തതായ ഈ ബാല്യക്കാറ്റി ആയിരിക്കണം. ഹല്ലേലൂയ. കാരണം ഞാൻ ഇട്ടുകൊടുത്ത മണി മുഖാന്തരം അവൾ ചവിട്ടി കയറുവാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളും ഒരുപക്ഷെ ഉയർന്നു വന്നത് ചിലരുടെ മേൽ ചവിട്ടിയത് കൊണ്ടായിരിക്കാം ഞാനായിരിക്കുന്ന ഈ പൊസിഷനിൽ എത്തുവാനായിട്ടിടയായത്. എങ്കിലും ഞാൻ നടന്നു വന്ന വഴിയെ മറക്കരുത്. ഞാൻ ആരുടെ മേൽ ചവിട്ടിയ കടന്നു വന്നത് എന്ന് ഞാനും നിങ്ങൾ മറക്കരുത്. വീഴുവാൻ ഹല്ലേലൂയ പല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ താഴത്തെ സ്റ്റെപ്പ് അവനൊന്ന് വിചാരിച്ചാൽ മതി എന്നെ ഒന്ന് വീഴ്ത്തണമെന്ന്. പക്ഷെ എന്നെ കയറി പോകുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ആ സ്റ്റെപ്പിൽ അവൻ സ്റ്റേഡായി നിന്നിട്ട് എനിക്ക് ചവിട്ടുവാനായിട്ട് അവനെ തന്നെ ത്യാഗമായി ചെയ്തത് കൊണ്ട് എനിക്കും ഇപ്രകാരം ഒരു അനുഭവം ലഭിക്കുവാനായിട്ട് ഇടയായത്. ചില വ്യക്തികളോട് വ്യക്തമായി ദൂത് പറയുകയാണ്, മറന്നു പോകരുത്, ചവിട്ടി പോന്നവനെ മറന്നു പോകരുത്. ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നതാ. ഹല്ലേലൂയ. അവനെ താഴ്ത്തിയിട്ട് നിന്നെ ഉയർത്തിയതിന് ഒരു ഉദ്ദേശമുണ്ട്. അതാണ് എസ്തേറിനോട് മൊർദെഖായി പറഞ്ഞത്. നീ ആ സ്ഥാനത്തിരിക്കുന്നുവെങ്കിൽ നീ തന്നെ രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് വിചാരിക്കരുത്. നിന്നെ ആക്കി വെച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. നിന്റെ ക്വാളിറ്റി കൊണ്ട്, നിന്റെ യോഗ്യത കൊണ്ട് നീ കേറിപ്പോയതാ. പക്ഷെ നിന്നെ ആക്കി വെക്കുവാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് നിന്നെ ആ പൊസിഷനിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോയത്. ആ കൊണ്ടുപോയ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നീ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ഉണ്ടായിരുന്നത് മറന്നു കളഞ്ഞാൽ ഹല്ലേലൂയ താഴെയുള്ളവനെ ദൈവം വിടുവിക്കും. പക്ഷേ നിന്നെ കൊണ്ട് എത്തിച്ച സ്ഥാനത്ത് നീ ഉദ്ദേശിച്ചതായ ഫലം നിന്നിൽ ഉളവാകത്തില്ല. ഹല്ലേലൂയ.
ഇന്ന് രാത്രി ആ ഹല്ലേലൂയ ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. ഒരമ്മയ്ക്ക് 5 മക്കൾ ഉണ്ടെന്ന് വിചാരിക്കട്ടെ. അവരുടെ ഹല്ലേലൂയ ആ അമ്മ ഒരു ത്യാഗം ചെയ്യുന്നുണ്ട്. ഈ 5 മക്കളും അവരുടേതായ ഭക്ഷണക്രമം എന്ന് പറയുന്നത് വിവിധങ്ങളാണ് എന്ന് ചിന്തിക്കാം. ഒരാൾക്ക് മുട്ട വേണം, ഒരാൾക്ക് വെജിറ്റബിൾ മതി, ഒരാൾക്ക് ഇറച്ചി മതി. അങ്ങനെ വിവിധമായ ആവശ്യങ്ങൾ ഉണ്ട് എങ്കിൽ ഈ മാതാവ് തന്നെ താൻ സ്വയം ത്യാഗം ചെയ്തിട്ട് ഇവർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് അതിന്മേൽ ഹല്ലേലൂയ പരിശ്രമിക്കുകയില്ലയോ? നിങ്ങളും ചിന്തിച്ച്, ആ മാതാവിനില്ലെങ്കിലും ഹല്ലേലൂയ അവരെ സംതൃപ്തിപ്പെടുത്തുവാൻ ചെയ്യുന്ന ഒരു ത്യാഗ മനോഭാവം, അത് തന്നെയാണ് സഭയ്ക്കുള്ളിലും വരേണ്ടത്. ഹല്ലേലൂയ. ഒരു ഭവനത്തിൽ ഒരു കുഞ്ഞ് പുതുതായി ജനിച്ച് അവൻ നടക്കുവാൻ പ്രായമാകുമ്പോൾ, അവൻ നിരങ്ങുവാൻ പ്രായമാകുമ്പോൾ എന്താണ് അവസ്ഥ? അവനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. കാരണം ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ നിരങ്ങി തുടങ്ങുമ്പോൾ ആ താഴെയുള്ളതെല്ലാം പെറുക്കി മാറ്റും. ഒരു പൊടി പോലും ഇല്ലാതെ എല്ലാ ദിവസവും തൂത്തു വൃത്തിയാക്കും. എന്താണെന്നറിയാമോ? അവൻ കണ്ടാൽ അത് പെറുക്കി വായിലിടും. അത് കുഞ്ഞിന് ഹാനികരം. ഇതുപോലെ തന്നെയാണ് ഒരു പുതിയ വിശ്വാസി സഭയിലേക്ക് വരുമ്പോഴും ഹല്ലേലൂയ അവനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ. ഐക്യമായി നിന്നുകൊണ്ട് നാം വേല ചെയ്യുന്നു എങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നന്മ കാണുവാനായിട്ട് ഇടയാകത്തുള്ളൂ. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം പറയുകയാണ്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സമയം നിർത്തുവാനുള്ള സമയത്തോട് അടുത്തിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. എങ്കിലും ഹല്ലേലൂയ ആ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടി പറയുകയാണ്, ക്രിസ്തു യേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ക്രിസ്തു ആഗ്രഹിച്ചത്? അതേ നിലവാരത്തിൽ ഹല്ലേലൂയ വരണമെങ്കിൽ മാനുഷ്യമായ അല്ലെങ്കിൽ ഹല്ലേലൂയ ജഡികമായ ചിന്തയിൽ എനിക്കും നിങ്ങൾക്കും സാധ്യമേ അല്ല. പക്ഷേ ഇന്നൊരു പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിയോഗം എന്നിലേക്ക് കടന്നു വന്നിട്ട് എന്റെ ജഡിക ചിന്തകളും മാനസികമായ പിരിമുറുക്കങ്ങളെല്ലാം മാറ്റിയിട്ട്, കർത്താവേ, അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സഹായിക്കുമാറാകണമേ. ഹല്ലേലൂയ. ശിഷ്യന്മാർ ഭൂലോകത്തൊക്കെയും പോയത് ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് അനേക ശിഷ്യന്മാരെ വാർത്തെടുക്കുവാനായിട്ട് കഴിഞ്ഞത്. ആ ശിഷ്യന്മാർ പിന്നെയും മുന്നോട്ട് പോയത് കൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയും ക്രിസ്തീയ ഹല്ലേലൂയ ശിഷ്യന്മാർ ഉടലെടുക്കുവാനായിട്ടിടയായത്. ഞാൻ ഇന്നും ഹല്ലേലൂയ അതേ സിറ്റി സെന്ററിൽ കടന്നുപോയി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാനിടയായി. ആമേൻ. കൊയ്ത്തിന്റെ ഹല്ലേലൂയ ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ് ഇവിടെ. ഹല്ലേലൂയ കൊയ്ത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ കൊയ്തെടുക്കുവാൻ ഒരുക്കമാണോ? ഹല്ലേലൂയ ദൈവം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. എത്ര പേരാണ് പ്രാർത്ഥിക്കുവാൻ വന്നതെന്നറിയാമോ? സ്ട്രീറ്റിൽ വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. വെയിൽസ് എന്ന് പറയുന്നത് 1904 ഏറ്റവും വലിയ ഉണർവ് നടന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇന്ന് ഹല്ലേലൂയ അതിനപ്പുറമായി ഏറ്റവും വലിയതായിരിക്കുന്ന അതിക്രമങ്ങളും പാപത്തിൻ്റെതായ അപ്രകാരമുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവര് ക്രിസ്തീയ പ്രിയപ്പെട്ടവരാണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ഏത്തിയസ്റ്റും ആഗ്നോസ്റ്റിക്സുമാണ്. അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ. സാത്താനെ സേവിക്കുന്നവരാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരുടെ മധ്യത്തിൽ ഒരു കൊയ്ത്തിന്റെ അനുഭവം വിളവെടുക്കുവാനിടയാകേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ ദേശത്ത് വലിയൊരു ശുശ്രൂഷ വെളിപ്പെടും. ഹല്ലേലൂയ. ഞാനായിരിക്കുന്നത് സ്വാൻസി ബേസ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ കമാർത്തലിലും നമുക്കൊരു ചർച്ച് ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവിടെയും ദൈവിക ശുശ്രൂഷ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 2 വർഷമായിട്ടുള്ളൂ എങ്കിലും 2 സഭകളെ ദൈവം നൽകി തന്നു. മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ആമേൻ ഹല്ലേലൂയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആമേൻ കടന്നു പോകുന്നു. ആമേൻ. സ്ട്രീറ്റിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാനും ട്രാക്റ്റുകൾ കൊടുക്കുവാനും ഒരുമിച്ച്. ഞാൻ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ഒറ്റക്കായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ
അനേകരെ കൂട്ടിവരുത്തുന്നു. മറ്റു സഭകളിലുള്ള പ്രിയപ്പെട്ടവർ വരെ ചോദിക്കുകയാണ്, പാസ്റ്ററെ എപ്പോഴാ കടന്നു പോകുന്നത്, ഞാനും വരുന്നുണ്ട്. ആമേൻ. ഇതാണ് ആമേൻ ഹല്ലേലൂയ ആമേൻ ശിഷ്യത്വത്തിന്റെ ഗുണം എന്ന് പറയുന്നത്. ആമേൻ ഡിനോമിനേഷൻ അല്ല. കാരണം എന്തെന്നറിയാമോ? ആമേൻ ദൈവിക പ്രവർത്തിക്ക് ഡിനോമിനേഷൻ ഇല്ല. ഒരുമിച്ച് ചേർന്ന് വന്ന് ഐക്യമായി നിന്ന് വേല ചെയ്താൽ അവൻ അതിൽ സന്തോഷിപ്പാനിടയാകും. കാരണം കർത്താവ് പറയുകയാണ്, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് ആ ശുശ്രൂഷയുടെ മേഖലയിലേക്ക് നമ്മെ ഹല്ലേലൂയ ദൈവമായ കർത്താവ് വെളിപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേൻ ഹല്ലേലൂയ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആമേൻ സ്നേഹത്തോടെ ഹല്ലേലൂയ ഐക്യതയോടെ ആമേൻ കർത്താവിന്റെ ആ മനോഭാവം, കർത്താവ് എപ്രകാരമൊക്കെയാണ് ആമേൻ ജനത്തെ ചേർത്ത് നിർത്തിയത്, അതേ ശുശ്രൂഷ നമ്മളിൽ കൂടെയും വെളിപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എനിക്ക് സമയത്തെ വേർതിരിച്ചു തന്ന ഗോഡ് ഈസ് ലവ് കൂട്ടായ്മ പ്രിയ ആമേൻ സിജി സിസ്റ്റർ, ഡെന്നിസ് ബ്രദർ, ദൈവമായ കർത്താവ് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. 73ാമത്തെ മീറ്റിംഗും ഞാൻ ചിന്തിക്കുകയാണ്, ദൈവം അനുഗ്രഹമാക്കി തീർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് അത് വിടുതലായി ഒരു പുതിയ അനുഭവത്തോടുകൂടി നിങ്ങൾ കടന്നു പോകുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന അപേക്ഷയുണ്ട്. എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.